നമുക്ക് ആദ്യത്തെ 2 വീക്സ് അത് കാണാനേ പറ്റിയില്ല. ഒന്നുമില്ലായിരുന്നു ആക്ച്വലി. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. യു ആർ ലൈക്ക് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ആക്ടിവിറ്റി ഇല്ല. 4 ചുമരും കണ്ടോണ്ടിരിക്കുകയായിരുന്നല്ലോ. എന്താ നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം അല്ല പറയുന്നത്? അതൊന്നുമില്ല എന്നാ അല്ലല്ല നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാനുള്ളത്. ബട്ട് ഹൗ ഡിഡ് യു നോ വീക്ക് ആയിരുന്നു? ഞാനൊരിക്കലും ഞാൻ വീക്കാണെന്ന് പറയില്ല. വേറൊരു തന്റെ സഹായം വേണ്ട, ഞാൻ മാത്രം മതി. നോക്കിയോ, ഇത് അഞ്ജന പറഞ്ഞ കാരണം ഞാനിപ്പോ അതിനോട് റിപ്ലൈ ചെയ്യുന്നുള്ളൂ. ഒരിക്കലും ഞാൻ ഒരിക്കലും വീക്ക് കണ്ടസ്റ്റന്റ് എന്ന് പറയില്ല. കാരണം ഞാനൊരു വലിയ സംഭവം അല്ലേ. പിന്നെ വേറെ ആരും ഇല്ലെങ്കിൽ ഈ ഗെയിമിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ വീക്ക്നെസ് ഒരിക്കലും കാണിക്കരുത്. പിന്നെ നിൽക്കുന്ന മരപ്പാഴുകൾ കാരണമാണ് ഞാൻ ഓരോന്ന് ചെയ്ത് കൂട്ടിയത്. അപ്പൊ നമ്മുടെ വീക്ക്നെസ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ടു. കണ്ടു. വീക്ക് ആണെങ്കിൽ യു ആർ നോട്ട് എലിജിബിൾ ഫോർ ദ ഷോ, യു ആർ ഔട്ട് ഓഫ് ദ ഷോ. അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അച്ഛാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. പക്ഷെ അത് ഏറ്റവും കുറവ് വീക്ക് ആരാ എന്നുള്ളതിലാണല്ലോ ആൾക്കാർ വോട്ട് ചെയ്യുന്നത്. Absolutely. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. നീ തീർന്നു ഇത്ര അഹങ്കാരം പാടില്ല. നീ തീർന്നു. സോ വേറെന്താ ഞാൻ പറയാൻ പറ്റുക? വീക്ക് ആയിരുന്നു. Sure. I don't have a I don't problem. ഇപ്പൊ ഒരു എന്താ പറയാ, ഞാൻ എന്നിൽ തന്നെ അടക്കി വെച്ചിരുന്ന ടോക്സിസിറ്റി എല്ലാം പുറത്തേക്ക് വന്നു. എന്താണെന്ന് അറിഞ്ഞൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരി തേച്ച് വെച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിൽ കിടക്കുന്ന ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാർ വരും. ഈ ആര്യൻ ജിസേലിന്റെ പണിക്കാരനായി മാറി. That's none of your issue അല്ലേ? You guys say നിങ്ങൾ ഭയങ്കര പ്രോഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന്. പക്ഷേ വീണ്ടും ഈ ഇടയ്ക്ക് നിനക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? വിഷയവും പൊതുപ്പ് വിഷയം ഡിസ്കസ് ചെയ്യപ്പെടുക, അതിനെപ്പറ്റി വീണ്ടും നിങ്ങൾ ഇരുന്ന് ഗോസിപ്പ് പറയാ. പോയേ കയ്യിന്ന് പോയേ പിന്നെയും പോയേ. ഗോസിപ്പ്, ഇൻഫാക്ട് ഐ ഷുഡ് കോൾ ഇറ്റ് ആസ് ഗോസിപ്പ്. അങ്ങനെ തന്നെയാണ് പറയാ. നിന്റെ അവസ്ഥ ഓർത്തിട്ട് എനിക്ക് കഷ്ടം തോന്നുന്നു. എന്നിട്ട് നമ്മൾ വീണ്ടും ക്ലെയിം ചെയ്യുന്നു നമ്മൾ പ്രോഗ്രസീവ് ആയ ആൾക്കാരാണ്. സാഹചര്യ തെളിവുകളൊക്കെ നമുക്കെതിരാ. അതല്ല ഉദ്ദേശം, ഞാൻ മാറി. എന്നോട് അഭിലാഷ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഭയങ്കര ഇംപ്രസീവ് ആയിരുന്നു. അഭിലാഷ് പുറത്തിന് അടിയിലാവുമ്പോൾ നമ്മുടെ ഇഷ്യൂ അല്ല, മുകളിലാവുമ്പോഴേ നമ്മുടെ ഇഷ്യൂ ആണ്. ഈശ്വര, ഞാനോ? അല്ല പിന്നെ ഞാനായിരിക്കും. നിങ്ങൾ ഇരുന്ന് ഇതൊരു ഡിസ്കഷൻ എലിമെന്റ് ആണ്. എന്തിനാണ് ഇരുന്നത്? വിട്ട സാധനം അവരുടെ ലൈഫിൽ നടക്കുന്ന സാധനം, അവർ ചെയ്യുന്ന കാര്യം, അവരെന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? എന്റെ ജീവിതമാടാ നിന്റെ കയ്യിലിരിക്കുന്നത്. ഈ മാധവൻ ഇതുവരെ ആരെയും ദ്രോഹിച്ചിട്ടില്ല. കിടക്കാതിരിക്കാൻ ബെഡുമാർ നമ്മളെന്തിനാ സംസാരിക്കുന്നത്? അഭിലാഷിന്റെ ഒപ്പീനിയൻ ഞാൻ ചിലപ്പോൾ കറക്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതൊക്കെ എന്റെ തലയിലാവൂലോ. ഇത് ഫുൾ ആയിട്ട് കണ്ടാൽ മാത്രം മനസ്സിലാവുള്ളൂ. അപ്പൊ ഞാൻ അഭിലാഷിനോട് നമ്മൾ 24/7 കണ്ടിട്ടാ പറയാം. ഞാൻ മോഡേൺ സൊസൈറ്റിയിൽ പ്രോഗ്രസീവ് ആയിട്ടുള്ള ആളാണ്. ഇത് കാരണം ഗോസിപ്പ് ചെയ്യരുതായിരുന്നു. ഈ പറഞ്ഞ പുതപ്പിന്റെ ഇഷ്യൂ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അനുമോളുടെ ഒത്തില്ല. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. അല്ല, അത് റിപ്പീറ്റഡ്ലി ചർച്ച ചെയ്യപ്പെട്ടോണ്ട് ചോദിച്ചതാ ഞാൻ. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ.